ഹലോ. അവക്കാഡോ നമ്മൾ വലിയ വില കൊടുത്ത് നമ്മുടെ വീടുകളിലേക്കൊക്കെ വാങ്ങുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണല്ലോ അവക്കാഡോ. ഇത് നമ്മൾ പ്ലാവും മാവും ഒക്കെ വീട്ടിൽ നട്ട് വളർത്തുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലും ഈ അവക്കാഡോ നട്ട് വളർത്താൻ പറ്റും. ഇത് എൻ്റെ വീട്ടിലെ ഒരു അവക്കാഡോയുടെ മരമാണ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷമൊക്കെ പ്രായമായിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ ഷോപ്പിൽ നിന്ന് അവക്കാഡോ വാങ്ങിയപ്പോൾ അതിൻ്റെ വിത്തിട്ട് കിളിർപ്പിച്ചാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു വിത്താണ് നമ്മൾ എടുക്കുന്നത്. അവക്കാഡോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലഷൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പം ഇതുപോലൊരു കുരു അതിനുള്ളിൽ കാണുമല്ലോ. അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചെടിച്ചട്ടിയിലേക്കാണ് ഞാൻ നട്ട് കൊടുക്കുന്നത്. ഇത് കിളിർത്ത് കഴിയുമ്പോൾ നമുക്കെടുത്ത് മാറ്റി വെച്ച് കൊടുക്കാമല്ലോ. അങ്ങനെ ചെടിച്ചട്ടിയിൽ സാധാരണ മണ്ണ് മാത്രമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ചകിരിച്ചോറ് മാത്രം നനച്ച് അതിനുള്ളിൽ ഇത് വെച്ചിട്ട് നമുക്കൊരു ഇതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചും കിളിർപ്പിച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ മണ്ണ് വെച്ചിരിക്കുന്ന ഒരു ചട്ടിയാണ്. അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു അവക്കാഡോയുടെ കുരു നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് കവർ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇത് മണ്ണൊക്കെ നല്ല നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നനച്ച് കൊടുക്കുന്നില്ല. ഇത് തണലുള്ള ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഇത് മുളച്ച് വരുന്നതായിരിക്കും. മുളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ നിന്ന് ഇത് എടുത്തിട്ട് വീട്ടിൽ സ്ഥലമുള്ള ഭാഗം നോക്കി നമുക്കിത് നട്ടു കൊടുക്കാവുന്നതാണ്. കാണുന്നവരേക്കും ബായ്.